ഹലോ ഹാൾ. നമ്മള് ലെസൺ 7 ഹർഫുകളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഹർഫ് ജറുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഹർഫ് അത്ഫുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്നവാഹ്വാത്തുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇതിന്റെ ബാക്കി കുറച്ച് പോർഷൻസ് കൂടിയുണ്ട്. അതിന് ഇനി അടുത്തൊരു ഭാഗമുള്ളത് ഹർഫ് ഇസ്തിഫാമാണ്. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹർഫുകളെയാണ് ഹർഫ് ഇസ്തിഫാം എന്ന് പറയാം. അതിൽ ഒരുപാട് ഹർഫ് ഇസ്തിഫാം ഉണ്ട്. ഹല്ല്, ഹംസ, ആവര്, അസൈദുൻ, തസ്തത്തി, ഓ, അങ്ങനെ ഹംസ് വരാറുണ്ട്. മന്ന്, മാ, മത്ത, ഐന, കൈഫ, അയ്യ് തുടങ്ങിയ ഒരുപാട് ഹർഫ് ഇസ്തിഫാമുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ആശയം പരാമർശിച്ച കുറച്ച് ഹർഫ് ഇസ്തിഫാമുകൾ നമുക്ക് നോക്കാം. ഒന്നാമത് പറഞ്ഞത് ഹല്ലിനെ കുറിച്ചാണ്. ഹല്ല് എന്ന് പറഞ്ഞാല് ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് ഹല്ല് വരാറുള്ളത്. ഹൽ സെയ്ദുൻ കായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണോ, സെയ്ദ് നിൽക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ചോദ്യമാണ്. ഹൽ ഉണ്ടോ, ആണോ എന്ന അർത്ഥത്തിലാണ് ഹല്ല് ഉപയോഗിക്കുക. അതേ അർത്ഥത്തിലാണ് അംസയും വരാറുള്ളത്. ഉദാഹരണം അസൈദുൻ കായിമുൻ, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഹല്ല് എന്നൊക്കെ പറഞ്ഞാല് ഒരേ അംസ ഒക്കെ വന്നാൽ ഒരേ ആശയത്തിൽ ആണോ ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത മായി ഉണ്ട്. മായി എന്താണ്, ഡയറക്റ്റ് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസിനാണ് മാ ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ ഉദാഹരണം മാ ഇസ്മുക്ക, നിന്റെ പേരെന്താണ്, മാ എന്താണ്, വാട്ട്, അതിലാണ് മാ ഉപയോഗിക്കാറ്. പിന്നെ മൻ, വു എന്നതിലാണ് മൻ ഉപയോഗിക്കാറുള്ളത്. മൻ കതബ ഹാദ, ഇത് ആരാണ് എഴുതിയത്. മൻ അൻത, നീ ആരാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര, ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി എന്നതിനൊക്കെയാണ് കം ഉപയോഗിക്കാറുള്ളത്. കം റൂബിയത്തുൻ ഇന്തൊക്കെ, എത്ര പണം ഉണ്ട് നിന്റെ അടുത്ത്. കം എത്ര എന്നാണ്. പിന്നെ അടുത്തത് അയ്യ ഉണ്ട്. അയ്യ ഏത്, വിച്ച് എന്ന അർത്ഥത്തിലാണ് അയ്യ ഉപയോഗിക്കാറുള്ളത്. അയ്യു തോലിബിൻ ഗായിബുൻ, ഏത് കുട്ടിയാണ് ഇവിടെ ആബ്സെന്റ് ഉള്ളത് എന്നാണ് അതിന്റെ ആശയമുള്ളത്. പിന്നെ അതുപോലെ കൈഫ ഉണ്ട്. കൈഫ പറഞ്ഞ ഹൗ, എങ്ങനെയാണ് എന്നതാണ് കൈഫ ഉപയോഗിക്കാറുള്ളത്. കൈഫ എന്താ, ഹൗ ആർ യു. ലിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. വൈ എന്നതിനാണ് ലിമ ഉപയോഗിക്കാറുള്ളത്. ലിമ കത്തബ്ത ഹാദിഹി റിസാല, എന്തിനാണ് ഈ കത്ത് നീ എഴുതിയത്. ലിമ എന്തിനു വേണ്ടി. ഫോർവാർഡ്, വൈ യു റോട്ട്, അതിനൊക്കെ ലിമ. അയിന പറഞ്ഞാല് എവിടെയാണ്, അയിന തസ്കുൻ, നീ എവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ്, ഇത്തരം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഫാമിയായ പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത അവസാനത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹർഫ് ഷർത്തുകളെ കുറിച്ചാണ്. ഹർഫ് ഷർത്ത് നമുക്കറിയാം. ഹർഫ് ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സെന്റൻസ് ആണ്. കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിന് നിയമപരമായിട്ട് ഇറാബിയായ ഒരുപാട് നിയമങ്ങൾ അറബിയിലുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇവിടെ ഒരുപാട് ഹർഫ് ഷർത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻ, മാ, മൻ, അയ്യ്, ഐന, ഐനമ, മഹ്മ, മത്ത, അന്ന, ഹൈസുമ, കൈഫമ തുടങ്ങിയ ഒരുപാട് ഈ ഷർത്തിയായ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഷർത്തിയായ ഹർഫുകള് ഇസ്മിന്റെ കൂടെ ഒരിക്കലും വരില്ല. ഇത് ഫീലിന്റെ കൂടെ വരുള്ളൂ. ഫീലിന്റെ കൂടെ വന്നാൽ മാത്രം പോരാ, രണ്ട് ഫീൽ അവിടെ ഉണ്ടാവും. എന്നുവെച്ചാല് ഇതുണ്ടെങ്കിൽ അത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ അത് ഉണ്ടാകില്ല. ഇത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാവാം. എപ്പോഴാണോ ഇത് ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഇത് ഉണ്ടാകാം. അപ്പൊ ഈ ഒന്ന് ഉണ്ടായാൽ മറ്റേത് ഉണ്ടാകും എന്ന ആശയമാണ് എപ്പോഴും ഈ ഷർത്തിയായ സെന്റൻസുകൾക്ക് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഈ ഫെയിൽ അവിടെ ഉണ്ടാവണം. അപ്പോ ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. അപ്പൊ ഒന്നാമത്തെ ഇന്നിന്റെ ഇന്ന് പറഞ്ഞാല് ആണെങ്കിൽ എന്നർത്ഥം. ഇൻ തക്ര, നീ വായിക്കുകയാണെങ്കിൽ, തൻജഹ് നിനക്ക് വിജയിക്കാൻ പറ്റും. ഇംതിഹാനി എക്സാമില്. അപ്പൊ അവിടെ നോക്കുക, ഇൻ തക്ര നീ വായിക്കുകയാണെങ്കിൽ, തൻജഹ് നിനക്ക് വിജയിക്കാൻ പറ്റും, വിജയിക്കാം. അപ്പൊ രണ്ട് പദമാണ്. തക്ര എന്ന് പറയുന്ന ഒരു ഫെയിലുണ്ട്, തൻജഹ് എന്ന് പറയുന്ന ഫെയിലുണ്ട്. അപ്പൊ ഈ ഷർത്തിയായ സെന്റൻസ് വരുമ്പോൾ അവിടെ രണ്ട് ഫെയിൽ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ ഇതിന്റെ പോയിന്റ്. രണ്ടാമത്തതിന്റെ മറ്റൊരു പോയിന്റ്, രണ്ട് ഫെയിലും നമ്മൾ ജസ്മാണ് കൊടുക്കേണ്ടത്. ജസ്മ എന്ന് പറഞ്ഞപ്പോ തൽക്കാലം നിങ്ങൾ സുക്കൂണിന് മനസ്സിലാക്കുക. ഇൻ തക്ര, അവിടെ തക്ര അവിടെ സുക്കൂന് കൊടുത്തല്ലോ.
അതിനാണ് ഷർത്തിയായ ജുംല എന്ന് പറയാം. അപ്പൊ ഈ ഷർത്തിന്റെ ഹർഫുകൾക്ക് തൊട്ടു ശേഷം വരുന്ന ഫീലുകൾക്കാണ് ഷർത്തിയായ ഫീൽ എന്ന് പറയാം. അതിന്റെ ശേഷം വരുന്ന മറ്റൊരു ഫീൽ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ തഞ്ചഹ് എന്ന് പറയുന്നത് പോലെ അതിന്റെ ശേഷം വരുന്ന മറ്റൊരു ഫെയിൽ ഉണ്ടാകും. അപ്പൊ അത്തരം ഫെയിലുകളെയാണ് നമ്മൾ ജവാബിയായ ഫെയിൽ എന്ന് പറയാം. അപ്പൊ ഇന്നിന്റെ ശേഷം, ഇന്നെന്ന് മാത്രമല്ല, ഷർത്തിയായ അല്ലെങ്കിൽ ഷർത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഹർഫ് ഉണ്ടാകും. അതിന്റെ ശേഷം വരുന്ന ഫെയില് ഷർത്തിയായ ഫെയിലാണ്. തൊട്ട് ശേഷം വരുന്ന രണ്ടാമത് വരുന്ന ഫെയിലാണ് ജവാബ്. അപ്പൊ അതിലാണ് ജവാബ് ഉണ്ടാവല്. അപ്പൊ ഇനി വായിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? വിജയം കിട്ടും. അപ്പൊ ജവാബാണ്. അപ്പൊ ജവാബിയായതാണ് രണ്ടാമത് വരെ, ആദ്യം വരുന്നത് ഷർത്തിയാണ്. അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ജവാബിയായി ഷർത്തിന്റെ ഹാർഫ് ഷർത്ത് വരുമ്പോൾ എപ്പോഴും രണ്ട് ഫീലുകൾ അവിടെ ഉണ്ടാകും. രണ്ടാമത് നോക്കേണ്ടത്, രണ്ട് ഫീലുകൾ ഉണ്ടെങ്കിലും രണ്ട് ഫീലിൽ എന്താണ് കൊടുക്കേണ്ടത്? നമ്മള് സുക്കൂനാണ് കൊടുക്കേണ്ടത്. സുക്കൂന് ആണ്, ജസ്മാണ് കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പദത്തിന് നമ്മൾ ഷർത്തിയ ഫീൽ എന്ന് പറയുന്നു, രണ്ടാമത്തെ ഫീലിന് ജവാബിയായ ഫീൽ എന്ന് പറയുന്നു. ഈ പോയിന്റ് ക്ലിയർ ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ പറഞ്ഞ കുറച്ച് ഷർത്തിയായ ഹർഫുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ പരിചയപ്പെട്ടല്ലോ, ഇൻ പറഞ്ഞാൽ ആണെങ്കിൽ, ഇൻ തക്കറ് തഞ്ചഫിൽ ഇംതിഹാൻ, നീ വായിക്കുകയാണെങ്കിൽ എക്സാമിൽ വിജയിക്കും. അടുത്ത മന്നാണ്. ഈ മന്ന് നേരത്തെ പറഞ്ഞ മന്നല്ല. നേരത്തെ നമ്മൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ അങ്ങനല്ല, ഇവിടെ ആരാണോ എന്നാണ്. രണ്ട് ആശയ വ്യത്യാസമുണ്ട്. നേരത്തെ ആരാണ്, അവിടെ അവസാനിച്ചു. ആരാണ് ഇത് എഴുതിയത്? അതാകുമ്പോ ഇസ്തിഫാമിയായ ഒരു ഹാർഫാണ്. ഇവിടെ ആരാണോ എഴുതുന്നത് അവർക്ക് ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സെന്റൻസ് കൂടി അതിന്റെ കൂടെ വരുമ്പോഴാണ് ഷർത്തിയായ ഒരു ഹാർഫായി ഇത് മാറുന്നത്. അപ്പൊ ഉദാഹരണം നോക്കും, മൈ അമൽ സുഅൻ, ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ യുജ്സബി, അതിന് പ്രതിഫലം കിട്ടും. അപ്പൊ ആരെങ്കിലും, ആരൊക്കെയാണോ. അപ്പൊ അങ്ങനെ രണ്ട് ഫീലുകൾക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷർത്തിയായ ഷർത്ത് ജവാബ് എന്ന ആശയത്തിലേക്ക് ഒരു വരുമ്പോഴാണ് ഷർത്തിയായ മന്നാകുന്നത്. അല്ലാതെ ഒറ്റടിക്ക് ആരാണ് എന്ന ആശയത്തിലാണ് വരുന്നത് ഉണ്ടെങ്കിൽ അത് ഇസ്തിഫാമിയായ മന്നാകും. കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലെ? ഓക്കെ. അടുത്ത ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇസ്തിഫാമിയന്റെ അവിടെ അത് എന്താണ്, അവിടെ അവസാനിച്ചു. എന്താണ് ഇത് എന്നാണ്. ഇസ്മുഖ, നിന്റെ പേരെന്താണ്? അത് ഇസ്തിഫാമിയാണ്. ഇവിടെ അങ്ങനല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊന്നാണോ, തഫ്അലൂ മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാ, ഏതൊരു പ്രവർത്തനമാണോ നിങ്ങൾ ചെയ്യുന്നത് നന്മയാൽ, അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടും. അവിടെ ഏതൊരു വസ്തുവാണോ, ഏതൊരു കാര്യമാണോ, ആ ഒരു ആശയത്തില് അതിന്റെ ശേഷം ഷർത്തും ജവാബും ആ ഒരു രീതിയിൽ വരുന്ന ആണ് ആ പേരിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഷർത്തിന് വേണ്ടി വന്ന മായാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുന്ന മായുണ്ട്, ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മായുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ശരിക്കും ഒരുപാട് മായുണ്ട്. മൗസൂലന്റെ മായുണ്ട്, പിന്നെ നൈഫിയുടെ മായുണ്ട്. അങ്ങനെ ഒരുപാട് മാകൾ ഇനി പഠിക്കും നിങ്ങൾ. തൽക്കാലം ഈ പാഠഭാഗത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ രണ്ട് മാകളാണ്. ഒന്ന് ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുന്ന മായുണ്ട്, പിന്നെ ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മായുണ്ട്. അത് സെന്റൻസിന്റെ ഘടനയിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ അയ്യുണ്ട് ഇവിടെ. നേരത്തെ നമ്മൾ അയ്യറ ഏത്, വിച്ച് എന്നതിന് മാത്രമാണ് ഇസ്തിഫാമിന്റെ അവിടെ ഉപയോഗിച്ചത്. ഇവിടെ അയ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണോ. അയ്യു മക്കാലിൻ തക്തും ഫഅജിദ് കിതാബത്തുഹു, ഏത് മക്കാലയാണോ നീ എഴുതുന്നത് അതാണെങ്കിൽ ഫഅജിദ് കിതാബത്തു, അതിന്റെ എഴുത്ത് എന്താക്കണം? നീ നന്നാക്കണം. ഫഅജിദ്, നീ നന്നാക്കണം. അപ്പൊ ഇവിടെ ഏതൊന്നാണോ ചെയ്യുന്നത് അതിന്റെ ആ രീതിയിൽ വരുമ്പോഴാണ് ഇവിടെ ഷർത്തിയായ ഒരു സെന്റൻസ് ആയി മാറുന്നത്. അല്ലാത്ത ഘട്ടത്തിൽ അത് ഇസ്തിഫാമാവും. ഏതാണോ ഇസ്തിഫാമായി. പിന്നീട് അയിനയുണ്ട്. അതിന് നമ്മൾ നേരത്തെ അവിടെ ഒരു അയിന പറഞ്ഞിരുന്നു, അത് എവിടെയാണ് എന്നതിൽ അവസാനിച്ചു. അപ്പൊ ഇസ്തിഫാമാണ്. ഇവിടെ അയിന പറഞ്ഞാല് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഘടന ഉണ്ടല്ലോ. ഉദാഹരണം, അയിന യദ്ഹബ് സൈദുൻ യസ്ഹബു സ്വദീഖുഹു, എവിടെയാണോ സെയ്ദ് പോകുന്നത് അവിടെയൊക്കെ സെയ്ദിന്റെ കൂട്ടുകാരനും സെയ്ദിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള എവിടെയൊക്കെയാണോ അവിടെയൊക്കെ, അവിടെ ഒരു ഷർത്ത് വന്നു, ഫെയിൽ വന്നു അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രയാസമില്ലല്ലോ? ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാം. പിന്നെ അടുത്തത് അയിനന്റെ അതേപോലെ തന്നെ അയിനമാ, എവിടെയൊക്കെയാണോ, അയിനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ, നിങ്ങൾ എവിടെയൊക്കെയാണോ മുഖം തിരിക്കുന്നത് അവിടെയൊക്കെ അള്ളാഹു ഉണ്ട്. എവിടെയൊക്കെയാണോ അവിടെയൊക്കെ, അവിടെ അയിനമാ തുവല്ലു, അവിടെ ഒരു ഷർത്തിയായ ജുംല ഫീലുണ്ട്,
ശേഷം ഇസ്മിയായ ഒരു ജവാബുണ്ട്, ഷർത്തുണ്ട്, ജവാബുണ്ട്. അപ്പൊ അത്തരം ഒരു രണ്ട് ഫീലുകൾ അവിടെ ഉണ്ടായിരിക്കണം, രണ്ട് ആശയങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ ഷർത്തിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു ഇസ്തിഫാമിയായി മാറും അത്. അതേപോലെ ഇത് ലൗല, കുല്ലമ, ലമ്മ തുടങ്ങിയ ഒരുപാട് പദങ്ങളുണ്ട്. ഇപ്പൊ വൈദാത്തുൽ അലൈഹിം ആയാത്തുന, നമ്മുടെ ആയാത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന അവസരത്തിൽ കാലു, അവസരത്തിൽ അവർ പറയും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെട്ടാൽ, അവർക്ക് ആയത്തുകളെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും. അപ്പൊ അങ്ങനെ ഈ ആൽ, അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇതിൽ മാത്രം അവസാനിക്കില്ല, അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വരാനുണ്ട്. അപ്പോഴാണ് ഈ ഷർത്തിയാവല്. ലമ്മാ ജാൽ മുദരിസു, അധ്യാപകൻ വന്നപ്പോൾ സക്കത്ത ത്വലബ, കുട്ടികളൊക്കെ നിശബ്ദരായി. വന്നപ്പോൾ നിശബ്ദരായി. മനസ്സിലാവുണ്ടല്ലോ, ഇതുണ്ടായപ്പോൾ അതുണ്ടായി. അതിനാണ് ഷർത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അഞ്ച് ഹർഫുകളാണ് പരിചയപ്പെട്ടത്. ഹർഫ് ജർ, അപ്പൊ അതിന്റെ നിയമം ശേഷം വരുന്ന പദത്തിന് ജെറ് കൊടുക്കണം, കസർ കൊടുക്കണം. പിന്നെ ഇന്നവാഹ്വാത്ത് പഠിച്ചു. ഇന്നവാഹ്വാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന ഇസ്മിന് നസ്ബും അതിന്റെ ശേഷമുള്ള ഖബറിന് റഫും കിട്ടുന്നതാണ്. ഇന്നവാഹ്വാത്തുകൾ 6 അത് ഫിക്സഡ് ആണ്, 6 മാത്രമേ ഉള്ളൂ ഇന്നവാഹ്വാത്തുകൾ. പിന്നെ നമ്മള് അത്തുഫുകൾ പഠിച്ചു. അവിടെ രണ്ട് മാത്തൂഫ് അലൈഹി, മാത്തൂഫ് ബിഹി എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്തുഫിന്റെ റഫിന് വരുന്ന പദമാണ് മാത്തൂഫ് അലൈഹി, ശേഷമുള്ളതാണ് മാത്തൂഫ് ബിഹി. അപ്പൊ മുമ്പ് മാത്തൂഫ് അലിക്ക് എന്ത് നിയമമാണോ, എന്ത് ഇറാബാണോ ഉള്ളത്, അത് തന്നെയാണ് മാത്തൂഫ് ബിഹിക്ക് കൊടുക്കേണ്ടതെന്നാണ് അവിടുത്തെ നിയമം. പിന്നെ ഇസ്തിഫാമിയായ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു. അതിന് പ്രത്യേകിച്ച് ഇറാബിയായ വശങ്ങളില്ല. പിന്നെ അടുത്തത് ഷർത്തിയായ ജുംലയാണ്. അത് കാരണം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്നു. ഷർത്തിയാവുമ്പോൾ രണ്ട് ഫെയിലുണ്ടാവും, ഒന്ന് ജവാബാണ്, ഒന്ന് ഷർത്താണ്. പിന്നെ ഈ പല അദാത്തുകളും ഷർത്തിലും ഈ ഇസ്തിഫാമിലും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആശയത്തിലുള്ള മാറ്റമാണ്. ഒറ്റടിക്ക് എന്ത്, ഏത്, എവിടെ എന്ന അർത്ഥമാകുമ്പോൾ ഇസ്തിഫാം ആവും. അതിനുശേഷം ഒരു ജുംലയായ രീതിയിൽ ഒന്ന് സംഭവിക്കുമ്പോൾ മറ്റൊന്ന് ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ കണ്ടീഷണലായി വരുമ്പോഴാണ് അത് ഷർത്താവുന്നത്. രണ്ടിന്റെ പദം ഒന്നാണ്, അർത്ഥം വേറെയാണ്. ആ സെന്റൻസിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും, അതിന്റെ ഇറാബും മാറും. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. അപ്പൊ നമ്മള് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തമ്പ്രിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഹർഫ് ജർ കിത്നെ ഹെ, എത്രയാണ് ഹർഫ് ജറുകൾ ഉള്ളത്? ഹർഫ് ജറുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ ഫിക്സ് ആക്കാൻ പറ്റില്ല. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു 10 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മിന്ന, ഇല, അല, ഫി, മൻ, മിന്ന കൊടുത്ത്. രണ്ടാമത്തെ ഒരു ചോദ്യം ഉള്ളത്, ഹർഫ് ജർ മേ മിൻ, ഇല और ഫീ का अमल किस तरह होता है, मिसालों से समझाइए. മിന്ന, ഇല, അതുപോലെ ഫി എന്ന ഹർഫ് ജറുകളുടെ ഉദാഹരണ സഹിതം വിശദീകരിക്കാനാണ് ചോദ്യം ഉള്ളത്. മിൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എന്നാണ്. ദഹബ്തു മിൻ, അല്ലെങ്കിൽ ജിഅ്തു മിൻ മുംബൈ, ഇല, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പിന്നെ അതാണ് മിന്ന, ഇല. പിന്നെ ഫീ ഉണ്ട്, ഇൽ, കുട്ടികൾ മദ്രസയിലാണ്. അത്തുല്ലാബു ഫിൽ മദ്രസത്തി, അങ്ങനെ പറയാം. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഇന്നവ അന്നയുടെ, ഇന്നയുടെയും അന്നയുടെയും പ്രവർത്തനം എന്താണ് എന്നാണ്. ഇന്നവ അന്നയുടെ പ്രവർത്തനം അതിന്റെ ശേഷമുള്ള ഇസ്മിന് നസ്ബ് കൊടുക്കുകയും അതിന്റെ ശേഷമുള്ള ഖബറിന് റഫ് കൊടുക്കുകയും ചെയ്യും എന്നാണ്. ഇന്ന സൈദൻ കായിമുൻ, അന്ന സൈദൻ കായിമുൻ. പിന്നെ അടുത്ത നാലാമത്തെ ചോദ്യം ഉള്ളത്, ഹർഫ് ഷർത്ത് എത്ര ജുംലയിലാണ് ഉണ്ടാകാറുള്ളത്? ഹർഫ് ഷർത്ത് 2 ജുംലയിലാണ്. അതിന്റെ ഒന്നാമത്തതിന് ഷർത്തിയായ ജുംല എന്നാണ് പറയാ, ഷർത്തിയായ ഫീല്. രണ്ടാമത്തത് ജവാബിയായ ഫീൽ. അങ്ങനെ 2 ജുംലകൾ ഉണ്ടാവണം ഒരു ഷർത്തിയായ സെന്റൻസ്, കണ്ടീഷണലായ സെന്റൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ. അഞ്ചാമത്തെ ചോദ്യം, ഇസ്തിഫാം എന്ന് പറഞ്ഞാല്, അർഫ് ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു പാഞ്ച് മിസാലെ ലിഖി, 5 ഇസ്തിഫാമിന്റെ ഉദാഹരണങ്ങൾ എഴുതാനാണ്. മന്ന്, മ, ഐന, അയ്യി, മത്ത, അങ്ങനെ ഒരുപാട് ഇസ്തിഫാമിന്റെ അദാത്തുകളുണ്ട്. ആറാമത്തത്, മൻ ഓർ മാ के इस्तेमाल में क्या फर्क है और फर्क मिसालों से वाली कीजिए. മന്നുമായി എന്താണ് വ്യത്യാസം? മൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചാണ്. മൻ അൻത, നീ ആരാണ്? അതിനുശേഷം പറയുന്നത് എപ്പോഴും ഒരു ജീവനുള്ള വസ്തുവായിരിക്കും മന്ന് ആവുമ്പോ ഉണ്ടാവുക. മ എന്ന് പറയുമ്പോൾ ജീവനുള്ളതായിരിക്കില്ല. ഓക്കെ, അതാണ് ഇതിന്റെ വ്യത്യാസം. ആക്കിലിന് വേണ്ടിയാണ് മന്ന് ഉപയോഗിക്കുക, ഹൊയറാക്കിലിന് വേണ്ടിയാണ് മാ ഉപയോഗിക്കുക. പൊതുവിൽ നിന്നാണ്, അതിന്റെ റയറായിട്ട് ഉപയോഗം വരാറുണ്ട്. ഏഴാമത്തെ ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അറഫ് ജർ വേർതിരിച്ച് എഴുതാനാണ്. സിമ്പിൾ ആണ്. അത്തിൽമീദ് ജാലിസുൻ അലൽ കുർസി, അവിടെ അലയാണ് അല്ലെ, കുർസി ചെയറിന് മുകളിൽ, മേൽ, അലയാണ്. ഇബ്നുൽ ഉസ്താദി ഫിൽ ബുസ്താനി, അധ്യാപകന്റെ മകന്
പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ ത്തിൽ ആണ്. അപ്പൊ ഫീ ആണ് ഇവിടെ ഹർഫ് ജർ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിന് മേലും സാധിക്കുന്നവനാണ്, എല്ലാ കാര്യം ചെയ്യാനും കഴിവുള്ളവനാണ്. അല മേൽ. അജരീദത്തുൻ അല ത്വാവിലത്തി അം കിതാബുൻ, ഇവിടെ ഹർഫ് ജെറിനെ മാത്രമാണ് എഴുതി പറഞ്ഞിട്ടുള്ളൂ. ആ എന്നുള്ളത് ഇവിടെ ഇസ്തിഫാമാണ്, അം എന്നുള്ളതും ഇസ്തിഫാമിയാണ്. അം എന്നുള്ള അത്തുഫാണ്, അം എന്നുള്ളത് അത്തുഫാണ്. പക്ഷെ അതൊന്നും ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളോട് ഹർഫ് ജെർ മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ജരീദത്തിന് അല്ല തോവലെത്തി ടേബിളിന് മുകളിൽ പത്രമാണോ ഉള്ളത്, അം കിതാബിന് അതോ പുസ്തകമാണോ ഉള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ ശരിക്കും അല മുകളിൽ, അല തോവിലെത്തി ശേഷമുള്ളത് ശേഷമുള്ള പദത്തിന് ജെറ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് അർഫ് ജർ ആണോ എന്നുള്ളത്. അല തോവിലെത്തി. അപ്പൊ അവിടെ അലയെ മാത്രമാണ് നാലാമത്തെ സെന്റൻസിൽ അർഫ് ജർ ആയിട്ടുള്ളൂ. ആ അംസ് എന്നുള്ള ഇസ്തിഫാമിയായ അംസാണ്. പിന്നെ ശേഷം അതിന്റെ അം കിതാബ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ് അത് നമ്മുടെ അർഫ് അത്തുഫിന്റെ അമ്മാണ്. അഞ്ചാമത്തത് ഹറജൽ ഖാദിമു മിനൽ മൻസിലി വദഹബ ഇല സൂഖി, ഇവിടെ രണ്ട് അർഫ് ജർ ഉണ്ട്. ഖാദിമ് പുറപ്പെട്ടു വീട്ടിൽ നിന്ന്, അതേപോലെ അങ്ങാടിയിലേക്ക് പോയി, വീട്ടിൽ നിന്ന്. മിൻ അതൊരു അർഫ് ജറാണ്. ഇല എന്നുള്ളത് മറ്റൊരു അർഫ് ജറാണ്. യൻസുൽ മത്റും മിനസ്സമായി അലൽ അർളി, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ആകാശത്തിൽ നിന്ന് മഴ ഇറങ്ങുന്നു ഭൂമിക്ക് മേൽ. മിൻ ഒന്നാമത്തത് അർഫ് ജറാണ്. അല എന്നുള്ളത് രണ്ടാമത്തത് അർഫ് ജറാണ്. പിന്നെ നജഹൽ ഔലാദു ഫിൽ ഇംതിഹാനി, ഫിൽ ഇംതിഹാൻ അവിടെ ഫീ ആണ് അർഫ് ജർ. ഇൻ തദ്രിബ് കൽബൻ യൻബഹ് അലൈക, ഇവിടെ ഇൻ തദ്രിബ് നീ അടിക്കുകയാണെങ്കിൽ, കൽബൻ നായയെ, യൻബഹ് അലൈക അതിന്റെ മേൽ കുരക്കും. ഇവിടെ ശരിക്കും അർഫ് ജർ ഇല്ല, ഇൻ തദ്രിബ് എന്നാണ് അല്ലെ. നീ അടിക്കുകയാണെങ്കിൽ, ഇത് ശരിക്കും ഷർത്തിയായ ഒരു ജുംലയാണ്. അപ്പൊ ഇത് മിസ്റ്റേക്ക് കൊണ്ട് വന്നാണ് തോന്നുന്നു. ഇവിടെ ശരിക്കും ഇൻ തദ്രിബ് എന്നുള്ളത് ഷർത്തിയായ ആണ്. ഇൻ അവിടെ ഷർത്തിയായ ഒരു അദാത്താണ്, അർഫ് ജറല്ല അവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് ഇവിടെ ഒരുപാട് ഇലാ ഫി അലാ ബി മിൻ എന്ന് പറഞ്ഞിട്ടുള്ള അർഫ് ജറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസ് ഫില്ല് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ആയ അർഫ് ജർ ഉപയോഗിച്ചിട്ട്. ദഹബൽ ഉസ്താദോ അധ്യാപകൻ പോയി. ഇവിടെ ഇലന്റെ അർത്ഥം ലേക്ക് എന്നാണ്, ഫി എന്ന് പറഞ്ഞാൽ മേം എന്നാണ്, അല എന്ന് പറഞ്ഞാല് മുകളിൽ നിന്നാണ്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്, മിൻ എന്ന് പറഞ്ഞാല് നിന്ന് എന്നർത്ഥം. ഉസ്താദ് പോയി, മദ്രസയിലേക്ക് പോയി എന്നല്ല പറയാം. അപ്പൊ അവിടെ ഇലൽ മദ്രസത്തിൽ എന്നാണ് പറയേണ്ടത്. പിന്നെ ഹാമിദുൻ അസദൻ, ഹാമിദ് സിംഹത്തെ കണ്ടു. എവിടെയാണ് കണ്ടത് അല്ലെ? ഫി ഹദീഖത്തിൽ ഹയവാനാത്തി, സൂലാണ് കണ്ടത്. ഹദീഖത്തുൽ ഹയവാൻ എന്ന് പറഞ്ഞാൽ സൂൻ, സൂന്റെ അറബിയാണ് ഹദീഖത്തുൽ ഹയവാനാത്ത്. അപ്പൊ ഇവിടെ ഹാമിദുൻ അസദൻ ഫി ഹദീഖത്തിൽ ഹയവാനിത്ത് എന്നാണ് പറയേണ്ടത്. പിന്നെ ഇന്നൽ കിലാബൽ ഹാരിസ, വേട്ടമൃഗങ്ങൾ, വേട്ടനായകള്, ജാലിസത്തുൻ ഇരിക്കുന്നവരാണ്, ഡാഷ് ബാബിൽ ബൈത്തി വീടിന്റെ മുമ്പിൽ അല്ലെ. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്? അലാ ബാബിൽ ബൈത്തി എന്നാണ് അല്ലെ, അല്ലെ അലാ ബാബിൽ ബൈത്തി എന്നാണ് പറയേണ്ടത്. സാഫർത്ത് ഞാൻ യാത്ര ചെയ്തു, ബി സയ്യാറത്തി വാഹനം കൊണ്ട് യാത്ര ചെയ്തു അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സാഫർത്തു ഫി സയ്യാറത്തി ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തു. അവിടെ ബീനെക്കാണ്ടി ബെസ്റ്റ് ഫി സയ്യാറത്തി എന്നായിരിക്കും ബെസ്റ്റ്. അൽ ഖിത്താറു ട്രെയിൻ, വാഖിഫുൻ നിൽക്കുന്നുണ്ട്, അല റസീഫി സ്റ്റേഷനിൽ. അപ്പോ അൽ ഖിത്താർ വാഖിഫുൻ ഫി റസീഫി എന്നാണ് പറയേണ്ടത്. പിന്നെ അടുത്തത് കതബ ഖാലിദ് റിസാലത്തൻ ബിൽ കലമി പേന കൊണ്ട് എഴുതി. കം കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ്? മിൻ മുംബൈ ഇലാ ഡൽഹി, ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ഡൽഹി വരെ പോകാൻ. അപ്പൊ മിൻ മുംബൈ ഇലാ ഡൽഹി. സഫീനത്തു സഗീറത്തു ഫിൽ ബഹരി, ചെറിയ കപ്പല് സമുദ്രത്തിലുണ്ട്. യക്തുബുൽ മുഅല്ലിമു ഫി സബൂറത്തി ബോർഡിൽ അധ്യാപകൻ എഴുതുന്നു. അൽ ജദീദ പുതിയ ബോർഡിൽ, ബിത്ത് തബാഷിരി ചോക്ക കൊണ്ട്. അപ്പോൾ ചോക്ക കൊണ്ട് ആകുമ്പോ രണ്ടാമത്തോടത്ത് ബിത്ത് തബാഷിരി എന്ന് പറയണം, ഒന്നാമത്തോടത്ത് ഫി സബൂറത്തി ബോർഡിൽ. വലഹൽ വലതു, വലഹൽ വലതു കിതാബുഹു അല തോവിലെത്തി കുട്ടി ടേബിളിന് മുകളിൽ, മുകളിലാവുമ്പോഴാണ് അല വരല്, മേലിനാവുമ്പോ ഫീ എന്നേ വരുള്ളൂ. വലാൽ വലതു കിതാബ് പുസ്തകം വെച്ചു, അല തോവലത്ത് ടേബിളിന് മുകളിൽ വെച്ചു എന്നാണ് പറയേണ്ടത്. പിന്നെ അടുത്തൊരു ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സെന്റൻസിന്റെ വേർഡുകൾ ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓർഡർ ആക്കണം, ജംബിൾഡ് വേർഡുകളാണ്. അപ്പൊ ആശയപ്രകാരം ഓർഡർ ആക്കേണ്ടി വരും. അപ്പൊ ഇതിൽ അറഫുകളുണ്ട്, ഇസ്മുണ്ട്, ഫെയിലുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഘടന മാറ്റിയിട്ട് വെക്കണം. അലാൽ ഫറസി അത്തിഫിലു റക്കീബ, അല മേൽ, ഫറസ് എന്നുള്ള കുതിര, തിഫില് കുട്ടി, റക്കീബ സഞ്ചരിച്ചു. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? കുട്ടി കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചു എന്നാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ്?
അറബി ഭാഷ പ്രകാരം ആദ്യം ഫെയില് വരണം, പിന്നെ ഫായില് വരണം, പിന്നെയാണ് അതിന്റെ മഫൂലൊക്കെ വരേണ്ടത്. അപ്പൊ റക്കീബ തിഫ്ലു, കുട്ടി സഞ്ചരിച്ചു, അലൽ ഫറസി. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത് ജിദ്ദൻ സൈദീൻ കിതാബു ജമീലുൻ. സെയ്ദിന്റെ പുസ്തകം വളരെ ഭംഗിയുള്ളതാണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ അതിന് പറയേണ്ടത് കിതാബു സൈദീൻ ജമീലുൻ ജിദ്ദൻ. കിതാബു സൈദീൻ ജമീലുൻ ജിദ്ദൻ. പിന്നെ അടുത്തത് അർ റഹീം അല്ലാഹി അർ റഹ്മാനി ബിസ്മി. ഇതെല്ലാവർക്കും അറിയാം, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് ഇതിൻ്റെത്. പിന്നെ അടുത്ത തൊലബുൽ ഇൽമി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ അലാ കുല്ലി ഫരീളത്തുൻ. ആ വിദ്യ അഭ്യർത്ഥിക്കൽ എല്ലാ മുസ്ലിങ്ങളുടെ മേലും നിർബന്ധമാണ് എന്നാണ്. അപ്പൊ ശരിക്കും പറയേണ്ടത് തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. ക്ലിയർ അല്ലേ? തൊലബുൽ ഇൽമി ഫരീളത്തുൻ, വിദ്യ അഭ്യർത്ഥിക്കൽ ഫരീളത്തുൻ നിർബന്ധമാണ്. അലാ കുല്ലി എല്ലാ മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ആൺ പെൺ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അടുത്ത ലില്ലാഹിൽ ഹംദു അഹാലിൻ കുല്ലി അല. അള്ളാഹുവിനാണ് എല്ലാ അവസ്ഥയിലും ഹംദ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ എന്നാണ് പറയുന്നത്. അൽഹംദു ലില്ലാഹി, ഹംദ് അള്ളാഹ്ക്കാണ്, അലാ കുല്ലി ഹാലിൻ. പിന്നെ അടുത്ത അൽ ഫറജി അസ്സബുർ മിഫ്താഹു. മിഫ്താഹു സബരി അൽ ഫറജ് അല്ലെ? മിഫ്താഹു അല്ല, മിഫ്താഹുൽ ഫറജി, എല്ലാ പ്രശ്നത്തിനും മോചനം കിട്ടാനുള്ള ചാവി അസ്സബുറു, ക്ഷമയാണെന്നാണ്. മിഫ്താഹു ഫറജി അസ്സബുറു. പിന്നെ അടുത്ത അൽ ഇഹ്സാനി അൽ ഇൻസാനു അബീദുൻ. അപ്പോ ശരിക്ക് അബീദുൽ ഇഹ്സാനി അബീദുൽ ഇൻസാനി അൽ ഇൻസാനു, അബീദുൽ ഇഹ്സാനി അൽ ഇൻസാനു. പിന്നെ അടുത്തത് അൽ ഈമാനി വൽ വത്തനി ഹുബ്ബും മിൻ എന്നാണ്. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്നാണ് ഇതിന്റെ ആശയമുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തുള്ളത് ഇസ്മ ഫെയിൽ ഹർഫിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ എഴുതാനും പിന്നെ ഇത് മാ മന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ എഴുതാനും ഒക്കെയാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിൽ 5 തരത്തിലുള്ള ഹർഫുകളാണ് പരിചയപ്പെട്ടത്. ആ പരിചയപ്പെട്ട സമയത്ത് അതിലുള്ള നിയമങ്ങൾ നമ്മൾ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. വേറെ കുറെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ശുക്രൻ ജസാക്കുമുള്ള. തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.